മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ കർശനമാക്കുകയാണ്. മാർച്ച് 1-ാം തീയതി മുതൽ മീറ്റർ ഇല്ലെങ്കിൽ ഈ വാഹനത്തിൽ സൗജന്യ യാത്ര എന്ന തരത്തിൽ സ്റ്റിക്കർ പതിപ്പിക്കാത്ത വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഇപ്പോൾ മീറ്റർ പരിശോധന ഓട്ടോറിക്ഷകളിൽ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. കോട്ടയം എൻഫോഴ്സ്മെൻറ്റ് ടീമിലെ MVI MR വേൽഗൗതം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. സാർ, 1-ാം തീയതി മുതൽ കർശനമായ പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്? അതെ. 1-ാം തീയതി മുതൽ CF വരുന്ന വാഹനങ്ങൾ, അതായത് ടെസ്റ്റിന് വരുന്ന വാഹനങ്ങൾക്ക് അവർക്ക് മീറ്റർ ഇട്ടില്ല എങ്കിൽ സൗജന്യമായ യാത്ര വേണമെന്നുള്ളൊരു സ്റ്റിക്കർ കേരളം ഒട്ടാകെയുള്ള ഓട്ടോറിക്ഷകളിൽ പതിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മാസമെല്ലാം നമ്മൾ മീറ്റർ ഇടുന്നതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മീറ്ററുകളെല്ലാം പ്രവർത്തന യോഗ്യമാണോ എന്നുള്ളതിന് ചെക്കിങ്ങാണ് കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണെങ്കിൽ ഒരു 180ഓളം വാഹനങ്ങളിൽ മീറ്റർ ശരിയായി പ്രവർത്തിക്കാത്തതും ഇടാത്തതും കാലിബ്രേറ്റ് ചെയ്യാത്തതായിട്ടുള്ള ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ മീറ്റർ ഇടാതെ ഓട്ടോറിക്ഷകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഓട്ടോറിക്ഷകൾ കയറാനുള്ളൊരു ഭയമുണ്ട്. കാരണം കയറിക്കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് എത്ര രൂപ ചോദിക്കും, പിന്നെ ഈ ഓട്ടോറിക്ഷകൾ ഡ്രൈവറുമായിട്ട് വഴക്ക് പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനും വേണ്ടി പലരും ഓട്ടോറിക്ഷകൾ ഇപ്പോൾ ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഹൃദയത്തിന് നമ്മൾ വഴക്ക് പിടിക്കുന്നത് 1 കിലോമീറ്റർ നടന്നു പോയാൽ മതിയല്ലോ, ആരോഗ്യം കിട്ടും എന്നുള്ളൊരു ധാരണയിലേക്ക് ആൾക്കാർ സ്വാഭാവികമായിട്ടും വന്നു ചേർന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഓട്ടോറിക്ഷകളിലേക്ക് കൂടുതൽ ആൾക്കാരെ വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കൂടിയാണിത്. കാരണം ഓട്ടോറിക്ഷ ഭയപ്പെടേണ്ട ഒരു വാഹനമല്ല. ഒരു കാലത്ത് ഓട്ടോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ പ്രത്യക്ഷപ്പെടുകയും നമ്മളതിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഇറക്കുന്നതായിട്ടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഓട്ടോ ഡ്രൈവർമാരും സാധാരണ ജനങ്ങൾ, അതായത് തീരെ പാവങ്ങളായിട്ടുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സഹായമായിരുന്ന ഓട്ടോറിക്ഷകൾ ഇപ്പോൾ അവരുടെ കംപ്ലൈൻറ്റ് കൊണ്ട്, അതായത് അവരുടെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് കൂടുതലായിട്ടും ചോദിച്ചു കഴിയുമ്പം പൊതുജനങ്ങളുമായിട്ട് ഒരു തർക്കത്തിനിടയാക്കും. ഇതൊക്കെ ആൾക്കാരിലൊരു പേടി സ്വപ്നമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും ജോലി കൊടുക്കുന്നൊരു മേഖലയാണിത്. അപ്പോൾ കൂടുതൽ ജനങ്ങൾ അതിൽ കയറിയാലേ ഉള്ളൂ അവർക്ക് പട്ടിണി കൂടാതെ ഒരു കുടുംബം പുലർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടുതൽ പേര് കയറണമെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഒരു പേടിക്കേണ്ട ഒരു വാഹനമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ കടമ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഓട്ടോറിക്ഷ ഒരു സാധാരണക്കാരൻ്റെ വാഹനമാണ്. അതിൽ നിങ്ങൾ മീറ്ററിൽ പറഞ്ഞിരിക്കുന്ന ചാർജ് ഞങ്ങൾക്ക് തന്നാൽ മതി, അപ്പോൾ നിങ്ങളെ ഞങ്ങൾ സുരക്ഷിതമായിട്ട് കൊണ്ട് എത്തിക്കാം എന്നുള്ളൊരു ബോധവൽക്കരണം കൂടെ ഇതിൽ നിന്ന് നടത്തുമ്പോൾ സത്യത്തിൽ അവർക്ക് കൂടുതൽ ഓട്ടം കിട്ടുകയും അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ടാണ് ബഹുമാനപ്പെട്ട TC ഉദ്ദേശിക്കുന്നതാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ മാസം തന്നെ കോട്ടയം ജില്ലയിൽ ഏതാണ്ട് 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഈ മീറ്റർ ഇടാത്തതുമായി ബന്ധപ്പെട്ട്. അതെ, 100 മേളിലുള്ള കേസുകൾ ഞങ്ങൾ മീറ്റർ കേടായ മീറ്ററുകൾ, കാലിബ്രേറ്റ് ചെയ്യാത്ത മീറ്ററുകൾ, അങ്ങനെയുള്ള കേസുകൾ നമ്മൾ 150ഓളം എടുത്തു കഴിഞ്ഞു. ഇപ്പം അത് അവർക്കൊരു വാണിംഗ് കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം മീറ്റർ ഇടുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. കാരണം ഓട്ടോറിക്ഷകളെക്കുറിച്ചുള്ള പരാതികൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഇവരുടെ മോശം പെരുമാറ്റമാണ്. ഒരു 30 രൂപയ്ക്കുള്ള ഓട്ടം പോയിട്ട് 70 രൂപ 80 രൂപ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനാണ് 70 രൂപ ചോദിക്കുമ്പോൾ അപ്പം തന്നെ ഇവർ ഷൗട്ട് ചെയ്യുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാം തീയതിക്ക് ശേഷം പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും 1-ാം തീയതിക്ക് ശേഷം പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുന്നതല്ല, ഇത് അവർ ഈ ജനങ്ങളും ഓട്ടോറിക്ഷക്കാരുമായിട്ടുള്ള ഒരു മൈത്രി ഭാവത്തിൽ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സംസ്ഥാനത്ത് മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി എടുക്കുമെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസങ്ങൾ മുതൽ തന്നെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുകയും നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാസം മാർച്ച് 1-ാം തീയതി മുതൽ മീറ്റർ ഇടാതെ സർവീസ് നടത്തിയാൽ പണം നൽകേണ്ട എന്ന തരത്തിൽ ഓട്ടോറിക്ഷകളിൽ തന്നെ സ്റ്റിക്കർ പതിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റിക്കർ ഇല്ലാത്ത വാഹനങ്ങൾ ഫിറ്റ്നസ് ടെസ്റ്റിനെത്തിയാൽ ഫിറ്റ്നസ് നൽകേണ്ട എന്നുള്ളതാണ് പുതിയ തീരുമാനം. കോട്ടയത്ത് നിന്ന് അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.